ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. കോർപ്പറേഷൻ ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തെയും ബി.ജെ.പിയിലെയും കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. പ്രതിപക്ഷ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ മരണം അസ്വാഭാവികമെന്ന് CBI FIR. എറണാകുളം CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കട്ടൂരിൽ ചപ്പാത്തി നിർമ്മിക്കുന്ന യന്ത്രത്തിൽ ഷാൾ കുടുങ്ങി യുവതി മരിച്ചു. കാറളം കീഴ്ത്താണി സ്വദേശി സുഗന്ധിയാണ് മരിച്ചത്. കൂർക്കഞ്ചേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കഞ്ചേരി പുന്നമ്പറമ്പിൽ കോൺക്രീറ്റ് മതിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചാവക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അമിതവേഗം നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കണമെന്ന നിയമം അട്ടിമറിച്ചു. വേഗപ്പൂട്ട് നിയമം മറികടക്കാൻ വാഹന ലോബികളുടെ ആസൂത്രിത നീക്കം സജീവം. ജില്ലയിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ സർക്കാർ നൽകാനുള്ളത് 71 കോടി രൂപ. കർഷകർക്കുള്ള സംഭരണ വില നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരും ബി.ജെ.പി കൗൺസിലർമാരും കൗൺസിൽ ഹാളിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് അംഗീകാരം ലഭിക്കാതെ മിനിറ്റ്സിൽ തീരുമാനങ്ങൾ എഴുതിച്ചേർത്തതായുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നിയമസഭയിൽ അനിലക്കര MLA സബ്മിഷന് മറുപടിയായാണ് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ അർബൻ ഡെവലപ്മെന്റ് ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചത്. റിലയൻസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം, വൈദ്യുതി വിഭാഗത്തിലെ താൽക്കാലിക നിയമനങ്ങൾ, സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി സഹകരിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ അജണ്ടകൾ കൗൺസിൽ തീരുമാനത്തിന് വിധേയമായി മിനിറ്റ്സിൽ എഴുതിച്ചേർത്തുവെന്ന് ആരോപിച്ചായിരുന്നു UDF BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. വോട്ടെടുപ്പ് അനുവദിക്കാതെ കൗൺസിൽ പിരിച്ചുവിട്ട മേയറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ പ്രതിപക്ഷത്തെ കോൺഗ്രസ് BJP കൗൺസിലർമാർ സംയുക്തമായി സമാന്തര കൗൺസിൽ യോഗം ചേർന്ന് ഭരണകക്ഷിയുടെ തീരുമാനത്തെ എതിർത്തിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലും കൗൺസിൽ ഹാളിൽ ഇവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. മുൻ മേയറും DCC വൈസ് പ്രസിഡന്റുമായ IP പോൾ സ്ഥലത്തെത്തിയാണ് പ്രതിപക്ഷത്തിന്റെ സമരം അവസാനിപ്പിച്ചത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ അർബൻ ഡെവലപ്മെന്റ് ജോയിന്റ് ഡയറക്ടറെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സൂചന നൽകിയതുകൊണ്ട് മറുപടി പറഞ്ഞതുകൊണ്ട് അന്വേഷണം വരെ ഈ സമരം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താൽക്കാലികമായാണ് സമരം അവസാനിപ്പിക്കുന്നതെന്നും അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ പറഞ്ഞു. ഈ നടപടി റദ്ദു ചെയ്യുന്നതിന് കേരള മുനിസിപ്പാലിറ്റി ചട്ടം വിഭാവനം ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ LDF സർക്കാർ എടുത്തു വന്നിട്ടുള്ള തീരുമാനങ്ങൾ റദ്ദു ചെയ്യുമെന്ന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് സ്ഥലത്തെത്തിയാണ് BJP കൗൺസിലർമാരുടെ സമരം അവസാനിപ്പിച്ചത്. അടുത്ത കൗൺസിലിൽ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ കൗൺസിൽ യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് പറഞ്ഞു. രാപ്പകൽ സമരം BJPയുടെ നിയമസഭ കോർപ്പറേഷൻ കക്ഷി കൗൺസിലർമാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കോർപ്പറേഷൻ കൗൺസിലിൽ ഇതിനെതിരായുള്ള നടപടികളും ഉണ്ടായില്ലെങ്കിൽ ആ കൗൺസിലെ ഞങ്ങൾ നടത്തുവാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. സമരം അവസാനിപ്പിച്ച ശേഷം UDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും പ്രത്യേകമായാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. TC വിനോസ്, തൃശൂർ.
കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും മിനിറ്റ്സിൽ അനധികൃതമായി എഴുതി ചേർത്തതായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. മേയറുടെ ചേംബറിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഡെപ്യൂട്ടി മേയർ. ചട്ടങ്ങൾക്ക് എതിരാണെന്നതുകൊണ്ടാണ് വോട്ടിംഗ് അനുവദിക്കാഞ്ഞത്. ഭരണപക്ഷത്തെ ആരും തങ്ങളെ പേടിപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും രാജിക്കത്ത് പോക്കറ്റിലിട്ടാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ അടക്കമുള്ളവർ സമരത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാത്തതും BJPയും കോൺഗ്രസും രണ്ടായി സമരം അവസാനിപ്പിച്ചതും ആഹ്ലാദ പ്രകടനം നടത്തിയതും ഐക്യമില്ലായ്മയ്ക്ക് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ 2 പ്രകടനമായിട്ടാണല്ലോ പോയി. നിങ്ങൾക്കത് ഒന്നാക്കാറുണ്ട്. ഞങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ട്? ഞങ്ങളുടെ പോക്കറ്റിൽ രാജിയുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് യാതൊരു ബേജാറും ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. 23+6 29 ആയാൽ ഞങ്ങൾ തോൽക്കും. പ്രതിപക്ഷ BJP കൗൺസിലർമാരുടെ അനാവശ്യ സമരത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും സമരം എന്തിനെന്ന് അറിയില്ലെന്നും മേയർ അജിത ജയരാജൻ പറഞ്ഞു. മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടിയാണ് ഭരണസമിതി സ്വീകരിച്ചത്. അജണ്ടയ്ക്ക് പുറമെ അധ്യക്ഷൻ അനുവദിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ വിഷയങ്ങളിൽ തീരുമാനമെടുത്തതെന്നും BJP അംഗങ്ങൾ ഇത് കേൾക്കാതെ പോയത് ഉറങ്ങിയത് മൂലമാകാമെന്നും മേയർ ആരോപിച്ചു. ആ ഒരു സമരമുഖം തന്നെ എന്തിനായിരുന്നു എന്ന് തന്നെ എനിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ പലതും പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാതും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ നിയമസഭയിലേക്ക് അത്യാവശ്യം വേണ്ട അറിയിപ്പുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പോസ്റ്റ് ഓഫീസ് റോഡ് വികസനം സംബന്ധിച്ച് തീരുമാനമായതായും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ദിവാഞ്ചിമൂല പാലത്തിന്റെ നിർമ്മാണം 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും മേയറും ഡെപ്യൂട്ടി മേയറും അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ ജനനമരണ വിവാഹ രജിസ്ട്രേഷനുകൾ ഓൺലൈനാക്കുന്ന നടപടി പൂർത്തീകരിച്ചതായും ഇവ ഓൺലൈനായി പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കിയ ഏക കോർപ്പറേഷനാണ് തൃശൂരെന്നും ഇവർ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ മരണം അസ്വാഭാവികമെന്ന് CBI FIR. എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ച FIR-ൽ അസ്വാഭാവിക മരണമാണെന്നെങ്കിലും ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. ഫോറൻസിക് രേഖകളിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനും ബന്ധുക്കളും ഉൾപ്പെടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ചാലക്കുടി പോലീസിൽ നിന്ന് കേസ് ഡയറിയും മറ്റ് വിവരങ്ങളും CBI ഏറ്റെടുത്തിരുന്നു. വാടിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കലാഭവൻ മണി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ വർഷം മാർച്ച് 6-നാണ് മരിച്ചത്. മണിയുടെ ശരീരത്തിൽ ക്രമാതീതമായ അളവിൽ മിഥൈൽ ആൽക്കഹോളിന്റെ അളവ് കണ്ടെത്തിയതും സംശയത്തിന് കാരണമായി. കാട്ടൂരിൽ ചപ്പാത്തി നിർമ്മിക്കുന്ന യന്ത്രത്തിൽ ഷാൾ കുടുങ്ങി യുവതി മരിച്ചു. കാറളം കീഴ്ത്താണി സ്വദേശി കൊച്ചുകുളം വീട്ടിൽ സന്ദീപിന്റെ ഭാര്യ 28 വയസ്സുള്ള സുഗന്ധിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. കാട്ടൂർ ബസാറിന് സമീപം സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ വെച്ചായിരുന്നു അപകടം. ചപ്പാത്തിക്കായി മാവ് കുഴയ്ക്കുന്ന യന്ത്രത്തിനിടയിൽ ചുരിദാറിന്റെ ഷാൾ കുടുങ്ങുകയായിരുന്നു. ഈ സമയം കടയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കരച്ചിൽ കേട്ടെത്തിയ കടക്കാർ ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കുറുക്കഞ്ചേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടൂക്കര റെയിൽവേ ഗേറ്റിന് സമീപം പാളയം തോട്ടുവീട്ടിൽ സുൽഫിക്കർ മകൻ 22 വയസ്സുള്ള ഉമറുൾ ഫറൂഖാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11-നായിരുന്നു അപകടം. ഉടനെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. SIO കുറുക്കഞ്ചേരി യൂണിറ്റ് സെക്രട്ടറിയാണ്. തൃശൂർ ട്രാഫിക് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കഞ്ചേരി പുന്നമ്പറമ്പിൽ കോൺക്രീറ്റ് മതിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. മാരാത്തുകുന്ന് സ്വദേശി ഇളച്ചാട്ടിൽ 58 വയസ്സുള്ള തമ്പിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പുന്നമ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വലിയ കോൺക്രീറ്റ് മതിൽ ചെരിഞ്ഞു വീണാണ് അപകടം. നിർമ്മാണ പ്രവൃത്തിയുടെ സൂപ്പർവൈസറായിരുന്നു തമ്പി. മതിൽ വീഴുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടിമാറിയെങ്കിലും തമ്പി നിന്നിരുന്ന സ്ഥലത്തിനടുത്ത് മുളംകൂട്ടം ഉള്ളതിനാൽ ഓടിമാറാനായില്ല. വടക്കാഞ്ചേരി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 1.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചാവക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിയെ ചാവക്കാട് CI KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂർ സെട്ടിവീഥി കോവൈ രവിയാണ് അറസ്റ്റിലായത്. ആഴ്ചകൾക്ക് മുൻപ് ചാവക്കാട് 10 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് രവി പിടിയിലായത്. മണത്തലയിൽ കഞ്ചാവ് വിതരണത്തിനായി എത്തിയതായിരുന്നു രവി. ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് രവിയാണെന്ന് പോലീസ് പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിലെത്തിക്കുന്ന കഞ്ചാവ് തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് ഇയാൾ അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത്. സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ P രാഗേഷ്,
SI KV മാധവൻ, CPOമാരായ AJ വർഗീസ്, അബ്ദുൾ അസീസ്, സുനിൽ സന്ദീപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അടുത്തിടെ ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് CI KG സുരേഷിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നടന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 24 കിലോ കഞ്ചാവ് CIയുടെയും സംഘവും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെയും അയൽ സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തുന്നതെന്ന് CI KG സുരേഷ് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തോതിലുള്ള കഞ്ചാവ് തീരദേശ മേഖലയിൽ വിൽപ്പനയ്ക്ക് എത്തുന്നതിൽ വൻ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ നിണമണിയുന്ന നിരത്തുകൾ. അമിതവേഗം നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കണമെന്ന നിയമം അട്ടിമറിക്കപ്പെട്ടു. ടെസ്റ്റ് സമയത്ത് മാത്രം വേഗപ്പൂട്ട് ഘടിപ്പിച്ച ശേഷം ഊരിമാറ്റുന്ന വാഹനങ്ങളാണ് നിരത്തിൽ മരണപ്പാച്ചിൽ നടത്തുന്നത്. 2015 ഒക്ടോബർ 1 മുതലാണ് വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ അഥവാ വേഗപ്പൂട്ട് നിർബന്ധമാക്കിയത്. ബസ്സുകൾ, ട്രക്കുകൾ, ലോറികൾ എന്നിവയ്ക്ക് പരമാവധി 80 കിലോമീറ്റർ സ്പീഡ് ക്രമീകരിക്കുന്നതിനായുള്ള സംവിധാനം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപ്പാക്കിയത്. സ്കൂൾ ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് 60 കിലോമീറ്റർ സ്പീഡായി നിജപ്പെടുത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. ഋഷിരാജ് സിംഗ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ഏറെ വിവാദങ്ങൾക്കിടയിലും വേഗപ്പൂട്ട് നിയമം നടപ്പാക്കിയിരുന്നു. എന്നാൽ വേഗപ്പൂട്ടിന്റെ ഗുണമേന്മ സംബന്ധിച്ചും നിർദ്ദേശിക്കപ്പെട്ട കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവിനെക്കുറിച്ചും ഏറെ പരാതികളാണ് ഉയർന്നത്. സ്പീഡ് ഗവർണർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മൈലേജ് ലഭിക്കുന്നില്ലെന്നും പുള്ളിംഗ് കുറവാണെന്നും പരാതി ഉയർന്നു. ഒടുവിൽ വാഹന ലോബികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് വേഗപ്പൂട്ട് നിയമം നിർജ്ജീവമായി. സംസ്ഥാനത്ത് മിക്ക അപകടങ്ങളുടെയും അടിസ്ഥാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വാഹനങ്ങളുടെ അമിതവേഗമാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കാര്യക്ഷമമായി പാലിക്കാത്തതുമൂലം ചെറിയ വാഹനങ്ങളിലുള്ള യാത്രക്കാരാണ് അപകടങ്ങൾക്കിരയാകുന്നതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. വലിയ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 പേര് ഒരുമിച്ച് ഒരു അപകടത്തിൽ, വലിയ വാഹനങ്ങളുടെ അപകടത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് നാളത്തേക്ക്, ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ സ്പീഡ് ഗവർണറിനെ കുറിച്ചുള്ള ചിന്ത വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയപടിയാവുകയാണ്. സ്പീഡ് ഗവർണർ ടെസ്റ്റിൻ്റെ സമയത്ത് മാത്രം ഫിറ്റ് ചെയ്യുകയും ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ പിടിക്കുകയോ അത് കേടാക്കിയിടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഈ ടിപ്പർ ലോറികൾക്കോ പ്രൈവറ്റ് ബസ്സുകൾക്കോ ഈ സ്പീഡ് ഗവർണർ ഇല്ല. നമുക്ക് റോഡിൽ നോക്കിയാൽ കാണാവുന്ന കാഴ്ചയാണ്. പലപ്പോഴും അത് ഓവർ സ്പീഡിൽ തന്നെയാണ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വരെ പലപ്പോഴും ഓവർ സ്പീഡിൽ പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ഇതര സംസ്ഥാനങ്ങളിൽ വേഗപ്പൂട്ട് നിയമം നിർബന്ധമാക്കാത്തതിനാൽ ടൂറിസ്റ്റ് ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അമിതവേഗത്തിൽ പായുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട്. ടെസ്റ്റ് സമയത്ത് മാത്രം വേഗപ്പൂട്ട് വാടകയ്ക്ക് നൽകുന്ന സ്ഥലങ്ങൾ പോലും ഇന്ന് ജില്ലയിലുണ്ട്. 10 സീറ്റിലും കൂടുതലുള്ള ട്രാവലറുകൾക്കും ടെമ്പോകൾക്കും വേഗപ്പൂട്ട് ഘടിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശവും ഇതിനിടയിലുണ്ടായി. എല്ലാ നിയമങ്ങളും വാഹന ലോബികളുടെയും യൂണിയനുകളുടെയും ഇടപെടലിനെ തുടർന്ന് മരവിക്കപ്പെട്ട അവസ്ഥയിലാണ്. എവിടെയെങ്കിലും ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് വാഹന പരിശോധനയും വേഗപ്പൂട്ടും അമിതവേഗവുമെല്ലാം ചർച്ചയും നടപടികളുമായി പൊട്ടിപ്പുറപ്പെടുക. അല്ലാത്തിടത്തോളം കാലം വേഗപ്പൂട്ടിനും നിയമങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ ഫ്രീസറിൽ മരവിച്ചിരിക്കാനാണ് വിധി. TCV ന്യൂസ്, തൃശൂർ. വാർത്തകളിലേക്ക്. ജില്ലയിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ സർക്കാർ നൽകാനുള്ളത് 71 കോടി രൂപ. കർഷകർക്കുള്ള സംഭരണ വില നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. കർഷകരിൽ നിന്നും സപ്ലൈകോ വഴി സമാഹരിച്ച നെല്ലിന്റെ തുകയാണ് കുടിശ്ശികയായി മാറിയത്. കടുത്ത വേനലും ജലക്ഷാമവും മൂലമുണ്ടായ കൃഷിനാശം വലിയ പ്രതിസന്ധിയായി മാറിയ കർഷകർക്ക് സംഭരണ വില ലഭിക്കാത്തത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. മാർച്ച് മാസം പകുതിക്ക് ശേഷം സംഭരണ വില ലഭ്യമായിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. 9899 കർഷകർക്കാണ് ജില്ലയിൽ സംഭരണ വില ലഭിക്കാനുള്ളത്. 14 രൂപ 70 പൈസ കേന്ദ്രവിഹിതമടക്കം 22 രൂപ 50 പൈസയാണ് 1 കിലോ നെല്ലിന് സംഭരണ വിലയായി കർഷകർക്ക് ലഭിക്കുക. കൃഷിമന്ത്രിയുടെ ജില്ലയായിട്ടും കർഷകർ അവഗണന നേരിടുന്ന സാഹചര്യം പ്രതിഷേധാർഹമാണെന്നും വായ്പയെടുത്ത് കൃഷി ചെയ്ത കർഷകർ തീരാ ദുരിതത്തിലാണെന്നും മണിയാടൻ കോൾപ്പടവ് ഭാരവാഹി കൂടിയായ KG ഉണ്ണികൃഷ്ണൻ പറയുന്നു. ജില്ലയിൽ 71.02 കോടി രൂപ കിട്ടാനുണ്ട് ഈ മെയ് മാസം വരെ. ഞങ്ങളൊക്കെ പലരും ചെയ്യുന്ന സൊസൈറ്റികളിൽ നിന്ന് ലോൺ എടുത്ത്, അതുപോലെ തന്നെ ചില പലിശക്കാരെ നിന്ന് ലോൺ എടുത്ത് വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഈ പൈസ സംഭരിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്ത് നെല്ല് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോട്ടീസ് അയച്ചിരിക്കുക. കാരണം സെപ്റ്റംബറിൽ ഞങ്ങൾ ഈ പൈസ പലിശയ്ക്കും കൊടുപ്പലിശയ്ക്കൊക്കെ വാങ്ങി അവർക്ക് മാർച്ച് ഏപ്രിൽ ഈ പൈസ കൊടുക്കണം. ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പരമ്പരാഗത തൊഴിലായതുകൊണ്ട് മാത്രമാണ് കൃഷി തുടരുന്നതെന്നും ഇത്തവണ കടുത്ത വേനൽ മൂലമുണ്ടായ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം പോലും കൃത്യമായി ലഭ്യമായിട്ടില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു.
1 മാസത്തിനകം താങ്ങുവില നൽകാമെന്ന് നേരത്തെ കൃഷിമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 2-3 മാസമായിട്ടും താങ്ങുവില ലഭ്യമാകാത്തത് കൃഷിക്കാരോടുള്ള വഞ്ചനയാണെന്നും ഈ മാസം തന്നെ കുടിശ്ശിക ലഭ്യമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ 71 കോടി രൂപ നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രിയുടെ ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പടിഞ്ഞാറേക്കോട്ടയിൽ പോലീസ് തടഞ്ഞു. വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് KG മോഹനൻ, ജനറൽ സെക്രട്ടറി KK ഷാജഹാൻ, MV വിജയൻ, TM കുഞ്ഞിപ്പ, സരസ്വതി വലപ്പാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇനി TCV തേർഡ് ഐ. അത്താണിയിൽ ഫുട്പാത്തിൽ നിലകൊള്ളുന്ന ട്രാൻസ്ഫോർമർ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വാർത്താ ദൃശ്യം അയച്ചു നൽകിയത് വർഗീസ് അത്താണി. അത്താണിയിൽ അപകടം തലയ്ക്കുമീതെ നിൽക്കുന്ന കാഴ്ചയാണ് സിറ്റിസൺ ജേർണലിസ്റ്റ് അയച്ചു നൽകിയിട്ടുള്ളത്. ഒരാൾ പൊക്കത്തിൽ മാത്രം സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമറിനടിയിലൂടെയാണ് യാത്രക്കാർ കടന്നുപോകുന്നത്. മഴക്കാലത്ത് കുട പിടിച്ചു പോകുന്നവർ ജീവൻ പണയം വെച്ചാണ് വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. നനവുള്ള കുടയുമായി ഇതിലൂടെ അശ്രദ്ധമായി കടന്നുപോയാൽ അപകടം ഉറപ്പാണ്. കാൽനട യാത്രക്കാരുടെ ജീവനെ ഭീഷണിയാകും വിധത്തിൽ നിലകൊള്ളുന്ന ട്രാൻസ്ഫോർമർ ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏറെ തിരക്കുള്ള വഴിയായതിനാൽ തന്നെ മഴക്കാലത്തിനു മുൻപായി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വഴുക്കുംപാറയിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ ടൂറിസ്റ്റ് ബസ്സിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. വടക്കഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിന് പുറകിലാണ് വേളാങ്കണ്ണിയിൽ നിന്ന് വരികയായിരുന്ന തീർത്ഥാടകരുടെ ടൂറിസ്റ്റ് ബസ്സിടിച്ചത്. പരിക്കേറ്റവരെ പട്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലെ വ്യവസായ പാർക്കിന്റെ 2ാം ഘട്ട ശിലാസ്ഥാപനം പുഴയ്ക്കൽ പാടത്തെ വ്യവസായ സമുച്ചയ അങ്കണത്തിൽ 29-ന് രാവിലെ 11-ന് വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CN ജയദേവൻ MP തുടങ്ങിയവർ പങ്കെടുക്കും. സംവരണ ഉദ്യോഗസ്ഥ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമുദായത്തിന്റെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ ഏതറ്റം വരെയും പോകുമെന്ന് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ പറഞ്ഞു. കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MA ജലീൽ, AM ഹാരിസ്, AA അഷ്റഫ്, PA അബ്ദുൽ ബഷീർ, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. വാർത്തകളിലേക്ക്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ 2ാം നിലയുടെ നിർമ്മാണത്തിന് 1,30 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി നിയോജകമണ്ഡലം MLA കൂടിയായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അറിയിച്ചു. ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നിലയുടെയും 1ാം നിലയുടെയും പ്രവൃത്തികൾ പൂർത്തിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. സാങ്കേതിക അനുമതി ലഭിച്ച ശേഷം ടെൻഡർ നടപടികളും പൂർത്തിയാക്കി 2ാം നിലയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ജ്യോതി ജ്യോതിഷ സംവാദത്തിന്റെ വാർഷിക പൊതുസമ്മേളനം തൃശൂരിൽ നടന്നു. P. ചിത്ര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാർ അപ്രൈ മെത്രോപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. KS രാവണിപ്പണിക്കർ, TV ചന്ദ്രമോഹൻ, ഡോക്ടർ G. മുകുന്ദൻ, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഓട്ടോറിക്ഷ വാടക പോകുന്നതുമായി ബന്ധപ്പെട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയും ഓട്ടോ ഡ്രൈവറുമായും തർക്കം. റെയിൽവേ സ്റ്റേഷന്റെ കൊക്കാലെ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഭർത്താവും കയറിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിനാൽ ഉദ്യോഗസ്ഥ യൂണിഫോമിലായിരുന്നില്ല. ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വാടക പോകണമെന്ന് പറഞ്ഞതോടെ ഡ്രൈവർ വിസമ്മതിക്കുകയായിരുന്നു. ഇതോടെ തർക്കമായി. തന്നോട് ഡ്രൈവർ തട്ടിക്കയറുകയും മോശമായി സംസാരിക്കുകയും ചെയ്തതായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. അതേസമയം വനിതാ യാത്രക്കാരി തന്നോട് തട്ടിക്കയറുകയായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ പാർലിക്കാട് സ്വദേശി ബാലകൃഷ്ണൻ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഒരു വിഭാഗം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മിന്നൽ പണിമുടക്ക് നടത്തി. തൃശൂരിൽ കഴിഞ്ഞ ദിവസം അപകടത്തിനിടയാക്കിയ കാറിൽ സഞ്ചരിച്ച ഉത്തരേന്ത്യൻ സ്വർണ്ണ കവർച്ചാ സംഘത്തിന്റെ അറസ്റ്റ് ബുധനാഴ്ച രേഖപ്പെടുത്തും. മഹാരാഷ്ട്രയിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്ന് കവർന്ന പണവുമായി നഗരത്തിലെ ട്രാഫിക് വൺവേ തെറ്റിച്ച് പാഞ്ഞ കാർ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ പോലീസ് പിന്തുടർന്ന് പൂത്തോളിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 4-അംഗ സംഘത്തിലെ 2 പേരാണ് പോലീസ് പിടിയിലായത്. 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. കസ്റ്റഡിയിലായ സംഘത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നടന്ന കവർച്ചയെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് മോഷണ സംഘവുമായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ P. വാഹിദിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്.
നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ സ്കൂളിന് പുനർജന്മം. മതിലകം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന കഴിവിലങ്ങ് LP സ്കൂളാണ് രാഷ്ട്രീയവും ജാതിയും മറന്ന് നാട്ടുകാർ കൈകോർത്തതോടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. 90 വർഷത്തിലധികം പഴക്കമുള്ളതാണ് കുഴുവിലങ്ങ് LP സ്കൂൾ. തരക്കേടില്ലാത്ത കെട്ടിടമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ വീർപ്പുമുട്ടിയ കൂരയിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കൂടിയതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി രൂപീകരിച്ച വിദ്യാലയ വികസന സമിതിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും അകമഴിഞ്ഞ് സഹകരിച്ചതോടെ നവീകരണത്തിന് പുതിയ മാനം കൈവരികയായിരുന്നു. 8 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉയരക്കുറവ് മൂലം തലകുനിക്കാതെ സ്കൂളിനകത്ത് കയറാൻ പോലുമാകാതിരുന്നതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ മേൽക്കൂരയുടെ ഉയരം 10 അടിയിലേക്ക് ഉയർത്തുകയും പുതിയ മേൽക്കൂര സ്ഥാപിക്കുകയും ചെയ്തു. ചുമരുകൾക്ക് പുറത്ത് വലിയ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് ഇതിലാണ് മേൽക്കൂര തീർത്തത്. നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹായത്തിനു പുറമെ സ്കൂളിലെ അധ്യാപകർ 1 മാസത്തെ ശമ്പളവും നവീകരണത്തിന് നൽകിയിട്ടുണ്ട്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കൂലി വാങ്ങാതെ സഹകരിച്ചപ്പോൾ ഇവർക്കുള്ള ഓരോ ദിവസത്തെയും ഭക്ഷണം വെച്ച് നൽകി പരിസരവാസികളും സേവനത്തിൽ കണ്ണികളായി. ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകും. സ്കൂൾ നവീകരിച്ചതോടെ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി വർധനവുണ്ടായതായും മറ്റ് ഡിവിഷനുകളിലേക്ക് പുതിയ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയതായും പ്രധാനാധ്യാപിക പറഞ്ഞു. കെട്ടിട നവീകരണം കൂടാതെ സ്മാർട്ട് ക്ലാസ് റൂം, പൂന്തോട്ടം, വായനാമുറി, അടുക്കള എന്നിവ നിർമ്മിക്കാനും സമിതിക്ക് പദ്ധതിയുണ്ട്. പ്രവർത്തനങ്ങൾക്കായി ഇതിനോടകം 4 ലക്ഷം രൂപ സമാഹരിച്ച നാട്ടുകാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. TCV ന്യൂസ്, കയ്പമംഗലം. അഴീക്കോട് മുനമ്പം ഫെറിയിൽ യാത്രക്കാരുമായ ബോട്ട് നിയന്ത്രണം വിട്ടു. ചൊവ്വാഴ്ച രാവിലെ 6ഓടെയാണ് യാത്രക്കാരുമായി മുനമ്പത്തേക്ക് പോകുകയായിരുന്ന ബോട്ട് പാതി വഴിയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിയന്ത്രണം വിട്ടത്. കടൽക്കാറ്റും വേലിയേറ്റവും മൂലം ബോട്ട് കിഴക്കോട്ട് ഒഴുകി. 100 മീറ്ററോളം ദൂരം ഒഴുകി നടന്ന ബോട്ടിനെ മത്സ്യബന്ധന ഫൈബർ വള്ളം ഉപയോഗിച്ച് കെട്ടിവലിച്ച് മുനമ്പത്തെത്തിച്ചു. താൽക്കാലിക ബോട്ട് സർവീസ് ആരംഭിച്ച് 3-ാം വട്ടമാണ് ഇത്തരത്തിൽ തകരാറുണ്ടാകുന്നത്. ഉൾനാടൻ ജലാശയങ്ങളിൽ ഉല്ലാസയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബോട്ട് അഴിമുഖത്ത് നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തുന്നത് അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന് പലവട്ടം മുന്നറിയിപ്പുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായിട്ടില്ല. പൊറത്തുശ്ശേരി മേഖലയിൽ തളിയക്കോണം ഭാഗത്ത് ഡെങ്കിപ്പനി പടരുന്നു. തളിയക്കോളം മേഖലയിൽ 39-ാം വാർഡിൽ തന്നെ പനി ബാധിച്ച് 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച ഒരാൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ചികിത്സയിലാണ്. മഴക്കാലത്തിന് മുൻപ് ചെയ്യാറുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇക്കുറി നടന്നിട്ടില്ല. ഈ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണമ്പേട്ടയിൽ സൈക്കിളിൽ സ്വകാര്യ ബസ്സിടിച്ച് 6 വയസ്സുകാരന് പരിക്കേറ്റു. അടിച്ചിലി കരിപ്പാത്ര സുരേഷിന്റെ മകൻ സനത്തിനാണ് പരിക്കേറ്റത്. അമ്മ വീട്ടിൽ വന്ന കുട്ടി വീടിന് സമീപത്ത് സൈക്കിൾ ചവിട്ടുന്നതിനിടെയാണ് ബസ്സിടിച്ചത്. കുത്തനെയുള്ള ഇറക്കത്തിൽ സൈക്കിളിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രധാന റോഡിൽ എത്തിയപ്പോൾ ബസ്സിടിക്കുകയായിരുന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന അനുമോൾ എന്ന ബസ്സാണ് ഇടിച്ചത്. പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. അടാട്ട് ഫാർമേഴ്സ് ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടെന്ന CPM പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അനിൽ അക്കര MLA അറിയിച്ചു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ അടാട്ട് ഫാർമേഴ്സ് ബാങ്കിൽ സ്വകാര്യ കമ്പനിക്ക് നൽകിയ 15 കോടി രൂപയുടെയും വായ്പാ കുടിശ്ശികയ്ക്ക് അനർഹ ഇളവുകൾ നൽകിയതിനെയും കുറിച്ചാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. മഴവെള്ള സംഭരണത്തിനും ഭൂജല പരിപോഷണത്തിനും സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെ മഴകേന്ദ്രം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബങ്ങളിലും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും മഴവെള്ള സംഭരണികളുടെ നിർമ്മാണം, പഞ്ചായത്തുകളിൽ മാതൃകാ മഴവെള്ള സംഭരണി നിർമ്മാണം, കിണർ റീചാർജിംഗ്, പൊതുസ്ഥാപനങ്ങളിലെ നിലവിലുള്ള മഴവെള്ള സംഭരണികളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്ക് ഗ്രാമപഞ്ചായത്തുകൾ മുഖാന്തരമാണ് സഹായം നൽകുന്നത്. LIC ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴിയുള്ള പദ്ധതിയിൽ ഏജന്റുമാരെ ട്രസ്റ്റ് ഉടമ കബളിപ്പിച്ച് 20 ലക്ഷത്തോളം തട്ടിയതായി പരാതി. വടക്കാഞ്ചേരിയിലെ വിവേകാനന്ദ യുവശക്തി സംഘടന വഴി LICയുടെ മൈക്രോ ലൈഫ് പദ്ധതിയിൽ 40ഓളം ഏജന്റുമാർ ശേഖരിച്ച നിക്ഷേപം ട്രസ്റ്റ് ഉടമ LICയിൽ അടയ്ക്കാതെ കൈവശപ്പെടുത്തിയെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരുവില്ലാമല, പഴയന്നൂർ, ചേലക്കര, വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് പിരിച്ച തുകയിൽ 2013 മുതൽ 2015 വരെ 20 ലക്ഷത്തിലധികം വരുന്ന തുകയാണ് LICയിൽ അടയ്ക്കാത്തത്. ഇതേ തുടർന്ന് ഏജന്റുമാർ റൂറൽ SP-ക്ക് പരാതി നൽകി. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം രസീത് നൽകുന്ന പദ്ധതിയായതിനാലാണ് തട്ടിപ്പ് മനസ്സിലാക്കാൻ വൈകിയതെന്ന് ഏജന്റുമാർ പറയുന്നു. താളിയോലകളിൽ കുറിച്ച കവിതകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പട്ടിക്കാട് മുടിക്കോട് സ്വദേശിയായ ശ്രീകുട്ടി എന്ന സേതുലക്ഷ്മിയുടെ പനയോലയിൽ കുറിച്ച കവിതകളാണ് വേറിട്ട കാഴ്ചയായത്.
തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ശ്രീകുട്ടിയുടെ പനയോല കവിതകളുടെ പ്രദർശനം ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നു. കവിതകൾ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കുറിക്കപ്പെടുന്ന പുതിയ കാലത്ത് കവിതയെ അതിന്റെ ആദിമ രൂപത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള എളിയ ശ്രമമാണ് നടത്തിയതെന്നാണ് ശ്രീകുട്ടിയുടെ പക്ഷം. സ്വന്തം ജീവിതാനുഭവങ്ങൾ പകർത്തിയ പനയോലകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ശ്രീകുട്ടിയുടെ ഉദ്യമത്തിന് പ്രോത്സാഹനങ്ങൾ നേർന്നു. പാലക്കാട് നിന്ന് പനയോല സംഘടിപ്പിച്ച് ഉണക്കിയെടുത്ത് എഴുത്താണി കൊണ്ടായിരുന്നു കവിതയെഴുത്ത്. കൊച്ചി ബിനാലെയാണ് യോഗാധ്യാപിക കൂടിയായ ശ്രീകുട്ടിക്ക് വേറിട്ട കലാവിഷ്കാരത്തിനുള്ള പ്രചോദനം നൽകിയത്. തളി ഹാജിയാർപടിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ഹാജിയാർപടി പരേതനായ കുറുഞ്ചാമയിൽ മുഹമ്മദ് ഭാര്യ ഖദീജയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീടിന് മുൻവശത്ത് നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണതിനെ തുടർന്ന് മേൽക്കൂരയുടെ ഓടിളകി വീണാണ് ഖദീജയ്ക്ക് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളായ 12 പേരും പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന്റെ കുടുംബസഹായ നിധി വിതരണം തൃശൂരിൽ നടന്നു. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഡന്റ് വിതരണവും IG നിർവഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് GR അജിത് അധ്യക്ഷനായി. സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, റൂറൽ SP N വിജയകുമാർ എന്നിവർ കുടുംബസഹായ നിധി വിതരണം നിർവഹിച്ചു. ACP P വാഹിദ്, DYSP R ജയചന്ദ്രൻപിള്ള, സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ചന്ദ്രാനന്ദൻ, MA ജോയ്, P രാജു, KA ഗീത തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ ഇടിക്കെ മരിച്ച ASI MA സുനിൽ, CPO AR റിജു എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായധനം വിതരണം ചെയ്തത്. ജില്ലാ പൗരസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ ഫെസ്റ്റിവലിന് തൃശൂരിൽ തുടക്കമായി. ടൗൺഹാളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി, ജനറൽ കൺവീനർ ഡോക്ടർ EV മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 27 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ദിവസേന വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറും വിവിധ കലാപരിപാടികളും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കും. കണ്ണുകെട്ടി ഒരേ സമയം 5 എതിരാളികളെ നേരിട്ട് ചെസ് പരിശീലകനും ചെസ് ഒളിമ്പ്യനുമായ പ്രൊഫസർ NR അനിൽകുമാർ വിസ്മയമായി. പൂങ്കുന്നം ചെസ് ഒളിമ്പ്യൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ചെസ് ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു വേറിട്ട പ്രകടനം. മനക്കണക്കിന്റെ കളിയായ ചെസ്സിൽ കണ്ണുകെട്ടിയാണ് എതിരാളികളെ അനിൽകുമാർ ഒരേ സമയം നേരിട്ടത്. ചെസ് അഭ്യസിക്കുന്ന കുരുന്നുകൾക്ക് ഒരേ സമയം കൗതുകവും ആവേശവും പകർന്നാണ് വേറിട്ട ചെസ് പോരാട്ടം സമാപിച്ചത്. നവംബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ കവി സമ്മേളനം നടത്തി. SUCIയുടെ നേതൃത്വത്തിൽ മാനവശക്തി ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കവി സമ്മേളനം ജോയ് ചെറുമേൽ ഉദ്ഘാടനം ചെയ്തു. CR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, മണി സാരംഗ്, രാമചന്ദ്രൻ വേളേക്കാട് എന്നിവർ പങ്കെടുത്തു. സോവിയറ്റ് കലയും സാഹിത്യവും സൃഷ്ടിച്ച സ്വാധീനം എന്ന വിഷയത്തിൽ സെമിനാറും സംഗീത സദസ്സും ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ അനുസ്മരണവും ദേശീയതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന വിഷയത്തിൽ സെമിനാറും തൃശൂരിൽ സംഘടിപ്പിച്ചു. PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് TN പ്രതാപൻ അധ്യക്ഷനായിരുന്നു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, KPCC വിചാർ വിഭാഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അജിതൻ മേനോത്ത്, ജില്ലാ ജനറൽ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരിടവേള. വാർത്തകളിലേക്ക്. അനധികൃതമായി ചെമ്മണ്ണ് കടത്തിയ 2 ടിപ്പർ ലോറികൾ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറിയാട് ചൈതന്യനഗറിലുള്ള പറമ്പിലേക്ക് കൊണ്ടുവന്ന ചെമ്മണ്ണ് അടങ്ങിയ ടിപ്പർ ലോറികളാണ് കൊടുങ്ങല്ലൂർ SI KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഭിന്ന ലൈംഗികതയെക്കുറിച്ചുള്ള ലൈംഗികതയുടെ മഴവിൽ വർണ്ണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. കഥാകൃത്ത് അശോകൻ ചെരുവിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MM സജീവ് അധ്യക്ഷനായിരുന്നു. ട്രാൻസ്ജെൻഡർ ചീതൽ ശ്യാം പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ദീപ നിശാന്ത് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. I ഗോപിനാഥ്, ഡോക്ടർ അബൂബക്കർ, ഡോക്ടർ കുസുമം ജോസഫ്, ഗീത തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തെയും BJPയിലെയും കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. പ്രതിപക്ഷ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ മരണം അസ്വാഭാവികമെന്ന് CBI FIR. എറണാകുളം CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കാട്ടൂരിൽ ചപ്പാത്തി നിർമ്മിക്കുന്ന യന്ത്രത്തിൽ ഷാൾ കുടുങ്ങി യുവതി മരിച്ചു. കാറളം കീഴ്ത്താണി സ്വദേശി സുഗന്ധിയാണ് മരിച്ചത്. കുറുക്കഞ്ചേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി പുന്നമ്പറമ്പിൽ കോൺക്രീറ്റ് മതിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു.
ചാവക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അമിതവേഗം നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കണമെന്ന നിയമം അട്ടിമറിച്ചു. വേഗപ്പൂട്ട് നിയമം മറികടക്കാൻ വാഹന ലോബികളുടെ ആസൂത്രിത നീക്കം. ജില്ലയിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ സർക്കാർ നൽകാനുള്ളത് 71 കോടി രൂപ. കർഷകർക്കുള്ള സംഭരണ വില നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, ജോയാ ലുക്കാസ്.